മലബാർ സഭയുടെ പ്രൊലൈഫ് അപ്പസ്തോലേറ്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ കാഞ്ഞിരപ്പള്ളിയിൽ തുടക്കമായി. ഭ്രൂണഹത്യ അരുതേ എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ബോധവൽക്കരണം ആരംഭിച്ചിരിക്കുന്നത്. ഉദരത്തിൽ കുഞ്ഞിന് ജനിക്കാനുള്ള അവകാശം നിഷേധിക്കരുത്, ഭ്രൂണഹത്യ അരുതേ തുടങ്ങിയ ജീവൻ സംരക്ഷണ സന്ദേശ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കാണ് സീറോ മലബാർ സഭയുടെ പ്രോലൈഫ് അപ്പസ്തോലേറ്റ് തുടക്കം കുറിച്ചത്. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങളുടെ സമ്മേളനത്തിൽ പ്രോലൈഫ് അപ്പസ്തോലേറ്റിന്റെയും KCBC പ്രോലൈഫ് സമിതിയുടെയും വൈസ് ചെയർമാൻ മാർ ജോസ് പുളിക്കൽ, സീറോ മലബാർ സഭയുടെ കുടുംബ പ്രേക്ഷിത വിഭാഗം സെക്രട്ടറി ഫാദർ മാത്യു ഒളിക്കലിന് പോസ്റ്ററുകൾ കൈമാറി പ്രകാശനം ചെയ്തുകൊണ്ടാണ് ബോധവൽക്കരണ പരിപാടി തുടങ്ങിയത്. തുടർന്ന് ജനിക്കാനും ജീവിക്കാനുമുള്ള ഓരോ കുഞ്ഞിന്റെയും അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. മനുഷ്യജീവന്റെ സംരക്ഷണത്തിനു വേണ്ടി സമൂഹത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരും പ്രസ്ഥാനങ്ങളും ഒരുമിക്കണമെന്നും ബിഷപ്പ് ആഹ്വാനം ചെയ്തു. ഉദരത്തിൽ വളരുമ്പോഴും വളർന്നതിന് ശേഷവും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ ക്യാമ്പയിന്റെ പ്രസക്തി വർദ്ധിക്കുന്നുവെന്ന് പ്രോലൈഫ് ചൂണ്ടിക്കാട്ടുന്നു. സാറേ, നമ്മുടെ കൊച്ചിയിലെ നടന്ന അതിദാരുണമായ ലോകത്തെ തന്നെ മനസാക്ഷി നടുക്കിയ ആ കുഞ്ഞിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് പ്രൊലൈഫിൻ്റെ ചില മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ ചില പ്രതികരണങ്ങൾ ഈ നാളുകൾ കാണുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് എന്തൊക്കെ പരിപാടികൾ ചെയ്യാനാണ് പ്രൊലൈഫ് ആഗ്രഹിക്കുന്നത്? കൊച്ചിയിൽ അതിദാരുണമായൊരു സംഭവം, ഒരമ്മ കുഞ്ഞിനെ പ്രസവിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവരുടെ മാതാപിതാക്കൾ അറിയാതെ കുഞ്ഞിനെ ഒരു വേസ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് ആരും അറിയാതെ വേസ്റ്റിലേക്ക് എറിഞ്ഞത് ദിശ തെറ്റി റോഡിൽ വീണു. ജനം അറിഞ്ഞു, വലിയ ചർച്ചയായി, പോലീസ് അറസ്റ്റ് ചെയ്തു. അതിപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുക. ആ കുഞ്ഞിനെ സംസ്കരിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. എറണാകുളത്തെ പുല്ലേപ്പടി പൊതു ശ്മശാനത്തിൽ. വളരെ വേദനിക്കുന്ന ഒരു വേർപാടായിരുന്നു. കൊച്ചിയിലെ മേയറും മറ്റും എത്തി ആ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ആ പെട്ടിയുടെ പുറത്തൊരു കുരിശ് വെച്ചിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവ കുടുംബം അല്ലായിരുന്നു. ആ കുരിശ് ഒരുപക്ഷെ ആരെങ്കിലും പെട്ടി വാങ്ങാൻ പോയവർക്ക് കിട്ടിയതുകൊണ്ടോ അതല്ല എങ്കിലും ആ കുഞ്ഞിനെ ഒരുക്കിയവരുടെ വിശ്വാസപ്രകാരം ആ പെട്ടി വാങ്ങിയതായിരിക്കും. ക്രൈസ്തവ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയല്ല ആ കുഞ്ഞിനെ പ്രസവിച്ചതും ഉപേക്ഷിച്ചതും. ഒരുപക്ഷെ ആ പ്രതീകം കുരിശ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതായിരിക്കും. ഒരിക്കലും അങ്ങനെ ക്രൈസ്തവ പശ്ചാത്തലത്തിലെ കുടുംബം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടതിന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അവിടെ സംഭവിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ആ പ്രത്യേക കുടുംബം, ആ പെൺകുട്ടി ക്രൈസ്തവ കുടുംബത്തിലായിരുന്നില്ല. ഞാൻ പറഞ്ഞ ആ വേർപാടിൽ പോലീസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് ഒക്കെ കൊടുക്കുന്ന ആദരവായിരുന്നു അന്ന് ആ കുഞ്ഞിനെ സല്യൂട്ട് കൊടുത്തതും പൂക്കളർപ്പിച്ചതും. അവരാ മണ്ണിലെ വേർപാടിൻ്റെ നിമിഷങ്ങൾ ആരും വേണ്ടാതെ മാതാപിതാക്കൾ നോർത്തി കുഞ്ഞുണ്ടായി ഉടനെ നിമിഷങ്ങൾക്കുള്ളിൽ ആ കൊച്ചിനെ കഴുത്ത് ഞെരിക്കുക, കൊല്ലുക, വലിച്ചെറിയുക, അല്ലേ, പൊട്ടിത്തെറിച്ചു. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോൾ എല്ലാവർക്കും വേദനയുണ്ടായി. മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് വാർത്തയാക്കി, സമൂഹം വേദനിച്ചു. യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് 24 28 ആഴ്ചയായ കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് ഉദരത്തിൽ കഷ്ണമാക്കി മുറിച്ച് മാറ്റി അല്ലെങ്കിൽ ഉടച്ചു വാർത്ത് ഉദരം കൊലക്കളമാക്കുമ്പോൾ ആരും അറിയുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന ആ നിമിഷം മുതൽ ഒരു മനുഷ്യരൂപമാണ്, മനുഷ്യ വ്യക്തിയാണ്. അപ്പം ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊല്ലുന്നത് വലിയ പാപവും തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് ഉദരത്തിൽ രൂപപ്പെട്ട കുഞ്ഞ് ജനിക്കട്ടെ, ജീവിക്കട്ടെ. അത് ലോകത്തിൻ്റെ മനസാക്ഷിയാണ്. ലോകത്തിൻ്റെ വെളിച്ചവും ശബ്ദവും കേൾക്കണം. അതുകൊണ്ട് കത്തോലിക്ക സഭ എല്ലാ മതങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, എല്ലാ സഭകളും ഉണ്ട്. പക്ഷേ കത്തോലിക്ക സഭയുടെ കുടുംബ പ്രേക്ഷിത വിഭാഗവും പ്രോലൈഫും ഒക്കെ ആവർത്തിച്ചു പറയുന്ന ഉദരത്തിലൊരു കുഞ്ഞ് രൂപപ്പെട്ടുവെങ്കിൽ ആ നിമിഷം മുതൽ ഒരു മനുഷ്യ ജീവനായെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അബോർഷൻ അരുത് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ഈ ദിവസങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. കൊച്ചിയിലെ നഗരങ്ങളിലും കേരളത്തിൻ്റെ നഗരങ്ങളിലെ ഗ്രാമങ്ങളിലെ ഓരോ വീടുകളിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് ബോർഡിൽ നമ്മൾ പ്രദർശിപ്പിക്കാൻ തക്കണ 6 പോസ്റ്ററുകളാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഇതിൻ്റെ കർമ്മപരിപാടികൾ, ഇതിൻ്റെ സമരപരിപാടികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊലൈഫിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഏത് തരത്തിലാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു പരിശ്രമം നടത്തുന്നത്? നമ്മൾ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ മെയ് മാസം 12 തീയതി വലിയ കുടുംബങ്ങളെ ആദരിച്ച ഒരു ചടങ്ങ് നടന്നു. ആ ചടങ്ങിൽ വെച്ച് പ്രോലൈഫ് അപ്പോസ്റ്റലേറ്റിൻ്റെ ചാർജുള്ള സീറോ മലബാർ സഭയുടെ മാർ ജോസ് പുളിക്കൽ പിതാവ് തന്നെയാണ് KCBC പ്രോലൈഫ് സമിതിയുടെ വൈസ് ചെയർമാൻ, ഫാമിലി കമ്മീഷൻ്റെ. അപ്പോൾ പിതാവ് അത് കുടുംബ പ്രേക്ഷിത വിഭാഗത്തിൻ്റെ ചാർജുള്ള മാറ്റിവെച്ച് നൽകിക്കൊണ്ട് പോസ്റ്ററുകൾ പ്രകാശനം ചെയ്തു. ഇതിനോടകം തന്നെ ഈ പോസ്റ്റർ
സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. വ്യക്തികൾക്ക് അവിടെ ഫേസ്ബുക്കിലിടാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ കിട്ടും, അല്ലെങ്കിൽ പോസ്റ്ററുകളായിട്ട് പ്രചരിപ്പിക്കാം. നമ്മൾ എന്താ പറയുന്നുള്ളൂ, അമ്മേ ഞാനും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ കൊല്ലരുത്, അബോർഷൻ ഒരു കുറ്റകരമാണ്. ഇംഗ്ലീഷിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്, മലയാളത്തിൽ നമ്മൾ തയ്യാറാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അബോർഷൻ അരുത് എന്ന് പറയുന്ന വിദേശങ്ങളിലൊക്കെ അബോർഷൻ ക്ലിനിക്കുകളുണ്ട്. അതിൻ്റെ മുന്നിൽ വൈദികരും സമർപ്പിതരും മൽമായരും ഒക്കെ സമരം ചെയ്യാറുണ്ട്, അരുതേ എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ത്യയിലും കേരളത്തിലും അത്രത്തോളം ഇല്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി 12ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ അവിഹിത ബന്ധം, അവിഹിത സൗഹൃദം, ഗർഭം ധരിക്കുന്ന അറിയുന്നില്ല. ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് മനുഷ്യനാണെന്ന് ഉള്ള ഒരു വ്യക്തിയാണെന്ന് അറിയാതെയാണ് അവരെ കൊല്ലുന്നത്. അതുകൊണ്ട് ജീവനെ സംരക്ഷിക്കണം, ആദരിക്കണം, സംരക്ഷിക്കണം. ജീവനെ ആദരിക്കുക, സ്നേഹിക്കുക, സംരക്ഷിക്കുക എന്ന വിശ്വാസത്തോടെയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തുന്നത്. അത് വ്യാപകമായി നമ്മൾ മനുഷ്യർ യാത്ര ചെയ്യുന്ന ബസ് സ്റ്റോപ്പുകളിൽ, സ്ഥാപനങ്ങളിൽ നാനാജാതി മനുഷ്യരോട് പറയുന്നത് ജീവനെ സംരക്ഷിക്കണം, അരുത് അബോർഷൻ എന്ന ഒരു വലിയ ക്യാമ്പയിൻ കേരളം മുഴുവൻ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് പുളിക്കൻ പിതാവ് അത് പ്രകാശനം ചെയ്തു. അത് ഇനിയുള്ള ദിവസങ്ങളിൽ വ്യാപകമായിട്ട് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും. അതൊരു അനുഗ്രഹമായി, ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ ജീവിക്കട്ടെ എന്ന ഒരു വലിയ സന്ദേശം നൽകുന്നു. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി പോവുകയാണ്, എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടെന്ന് പറയുന്നു, ഉടനെ തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് വിടുന്നു, സ്കാൻ ചെയ്യുന്നു, വേണ്ടെന്ന് വെക്കുന്നു. ഒന്ന് ഓർത്ത്, ഭിന്നശേഷിയുള്ള ചെറിയ വൈകല്യമുള്ള എത്രയോ പ്രതിഭകൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആരും ഈ അബോർഷൻ അരുത് എന്നുള്ള സന്ദേശം വ്യാപകമാക്കാനുള്ള എല്ലാ കർമ്മപദ്ധതി, നമ്മൾ സമരമൊന്നുമല്ല ചെയ്യുന്നത്. പണ്ട് നമ്മൾ വലിയ കുടുംബങ്ങൾ 2ൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടായാൽ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ അവകാശമില്ലെന്ന് കൃഷ്ണഗിരി ബില്ല് കൊണ്ടുവന്നു. അന്ന് നമ്മൾ തെരുവിലൂടെ പ്രദർശനം നടത്തി, പ്രകടനം നടത്തി. നട്ടുച്ചയ്ക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും തൃശ്ശൂരും എറണാകുളത്തും ഒക്കെ നമ്മൾ ചോദ്യം ചെയ്തു. വലിയ കുടുംബ അനുഗ്രഹമാണ്, നാടിൻ്റെ നന്മയ്ക്ക് കൂടുതൽ മക്കളെന്ന് നമ്മൾ പരസ്യമായി പറഞ്ഞു. അന്ന് നമ്മൾ 4ഉം അതിലധികമുള്ള മക്കളെ, വലിയ കുടുംബങ്ങളെ ആദരിച്ചുകൊണ്ടാണ് സഭ അതിൻ്റെ പ്രതികരണം നടത്തിയത്. വലിയ മാറ്റം ഉണ്ടായ ബില്ല് വേണ്ടെന്ന് വെച്ചു 2011. ഇപ്പം വലിയൊരു മാറ്റം സമൂഹത്തിൽ, വലിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്ന ചിന്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളും കുടുംബം അനുഗ്രഹമാണെന്ന് പറയുന്നൊരു വലിയ ചിന്ത. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നടന്ന ആ ചടങ്ങിൽ എത്രയോ കുടുംബങ്ങൾ ഇന്ന് ആദരിക്കപ്പെട്ടു. ഓരോ രൂപതയിൽ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ ജീവിക്കട്ടെ എന്നതും, ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളാണെങ്കിലും അവരെയും സംരക്ഷിക്കുന്ന കർമ്മപദ്ധതികളുണ്ട്. അപ്പോൾ KCBC പ്രോലൈഫിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ജീവസമൃദ്ധി എന്നുവെച്ചാൽ വലിയ കുടുംബങ്ങൾ, കൂടുതൽ മക്കൾ, ജീവൻ്റെ സംരക്ഷണം എന്നുള്ളതാണ്. സിറോ മലബാർ സഭയിലേക്ക് വരുമ്പോൾ അപ്പോസ്തലരുടെ ദൗത്യം തന്നെ ജെറമ്യാ പ്രവാചകൻ്റെ ഉദരത്തിൽ നീ രൂപം കൊള്ളുമ്പോൾ നിന്നെ അറിഞ്ഞ് വിശദീകരിച്ചു വേർതിരിച്ചു എന്ന് പറയുന്നതാണ് ഒരു വലിയ സന്ദേശമാണ്. അപ്പോൾ അതുകൊണ്ട് കത്തോലിക്ക സഭ അതിൻ്റെ പ്രോലൈഫും കുടുംബ പ്രേക്ഷിത വിഭാഗവും KCBCയുടെ പ്രോലൈഫ് സമിതിയും രൂപതകളിലൂടെ നമ്മുടെ എല്ലാ സംഘടനകളും ഇതിൽ സജീവമാണ്. കത്തോലിക്ക സഭയിലെ എല്ലാ സംഘടനകളും, ഇതര സഭകളും മുന്നോട്ട് വരുന്നുണ്ട്, എല്ലാ മതങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. ജീവൻ്റെ മേഖലയിൽ ആരെയും മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ നമുക്ക് കത്തോലിക്ക സഭയിലിടമുണ്ട്, മറ്റ് ഇതര സഭകളിലിടമുണ്ട്, ഇതര മതങ്ങളിലും നമ്മൾ അബോർഷനെതിരെയുള്ള ക്യാമ്പയിൻ സജീവമാക്കും. ഇത്തരം ക്യാമ്പയിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഷക്കീന ചാനൽ നൽകുന്ന പിന്തുണ വലുതാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവൻ്റെ സംരക്ഷണ മേഖലയിലുണ്ടാകുന്ന കർമ്മപദ്ധതികളും അതുമൊക്കെ മനുഷ്യനിലേക്ക് എത്തിക്കുവാനായിട്ട് നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങളെയും KCBCയുടെ പ്രോലൈഫ് സമിതിയും KCBCയുടെ ഫാമിലി കമ്മീഷനും സിറോ മലബാർ സഭയുടെ അപ്പോസ്തലേറ്റും കമ്മീഷനും ഒക്കെ പിതാക്കന്മാർ ആദരവോടെയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ക്യാമ്പയിനെ വിജയിപ്പിക്കുവാൻ, ഇത് ഓരോ കുടുംബങ്ങളിലും വ്യക്തികളിലേക്ക് എത്തുവാൻ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും സഹായിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടും, നിങ്ങൾക്ക് ഫേസ്ബുക്കിലിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാം, എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ സന്തോഷം, നന്ദി കേട്ടോ. താങ്ക് യു സാർ. ഷക്കീന ന്യൂസ്, കോട്ടയം.